വാട്സപ്പിലൊക്കെ അങ്ങനെ പരസ്പരം ഇവര് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ജൂതന്മാരാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, ജൂതന്മാരാണ്, കാഫിറാണ്, മുശ്രിക്കാണ്. ഇതിങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാനിപ്പോ ഇന്ന് പറയാൻ പോണതേ, നമ്മൾ വാട്സപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ മുജാഹിദുകൾ പറയും എന്ത്, നിങ്ങളിങ്ങനെ എതിർത്തോളൂ, മുജാഹിദ് വളരുകയാണ്. അത് ഒരു വെറും വർത്താനം മാത്രമാണ്. എവിടെ മുജാഹിദ് വളരുന്നത്? ഉള്ള മുജാഹിദ് തന്നെ ജിന്നി ചെയ്ത്താന്, കുട്ടിച്ചാത്തന്, കാഫിർ, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലുകയാണ്. ഈ വളർച്ചക്കാർ പോലെ വളരുക എന്ന് പറഞ്ഞത്. കാരണം ഉള്ള മുജാഹിദ് 40 അഭിപ്രായമായിട്ട് ചിന്നിച്ചിതറി. അതൊരു വളർച്ച തന്നെയാണ്. കാരണം ജിന്നി ഗ്രൂപ്പ്, മടവൂര് ഗ്രൂപ്പ്, മൗലവി ഗ്രൂപ്പ്, KNM, ഇങ്ങനൊക്കെ പല ജാതി ഗ്രൂപ്പുകളായിട്ടുള്ള മുജാഹിദ് പൊട്ടിപ്പൊളി നിൽക്കുകയാണ്. അത് വളരെയല്ല, ഉള്ളത് പൊട്ടിപ്പൊളി നിൽക്കുകയാണ്. അപ്പോൾ മുജാഹിദുകൾ ഇങ്ങനെ പറയും, മുജാഹിദിൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയും, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്. തേങ്ങ ഉണ്ടാക്ക മുജാഹിദിക്ക് ആര് വരുന്നേ? ബുദ്ധിയുള്ള ഓരോറ്റ ആളെയും മുജാഹിദിക്ക് കിട്ടൂല. കാരണം അവിടെയൊക്കെ ഉള്ളവര് ബുദ്ധി ഇല്ലാത്തോല. ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. മുജാഹിദുകൾ അവിടെ ഇപ്പം ഉള്ളത് എന്താണ്? വെറും കാഫിർ, മുശ്രിക്ക് എന്നുള്ള ഇത് മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മുജാഹിദില് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ലാന്ന് ഞാനല്ല പറയണത്. മുജാഹിദ് മൗലവി പച്ചക്ക് പറയാണ്. മൗലവിന്റെ അനുഭവമായിട്ട് എന്താണോ പറയുന്നത്, മൗലവി പറയുന്നത് നമുക്ക് ഇങ്ങനെ കേൾക്കാം. മൗലവി താജുദ്ദീൻ സ്വലാഹി പറയട്ടെ. ആക്രമണത്തിന്റെ പ്രതികരണമാണിത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, എടത്തനാട്ടുകര സെൻട്രലിൽ ഒരാൾ വന്ന് ബസ് ഇറങ്ങാണ്. അപ്പൊ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് ബസ് കയറാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞു. അത്ര കുറ്റൊക്കെ വേണോ? ഇന്നലെ വരെ സലാം പറഞ്ഞ ആൾ ഇന്ന് കൊടുക്കണം മറുപടിയാ. അതെന്തടാ? ഇജ്ജു അസർഫൊക്കെ കാഫറല്ലേ? ഇജ്ജും TK അസർഫൊക്കെ കാഫറല്ലേ? പിന്നെ പെങ്ങളോട് സലാം പറയണ്ടില്ലല്ലോ. വയൽ കഴിഞ്ഞ് വരികയാണ്. വയലിനിപ്പോ കൊടുക്കണത് അത് എന്ത്? TK അസർഫ് കാഫറാണ്, ജക്കരിയ സ്വലാഹി മുശ്രിക്കാണ് അല്ലേ? ഇതൊക്കെയാണ് എന്ത് പ്രസംഗത്തിലൂടെയും വയലിലൂടെയും കൊടുക്കാനുള്ളത് ആണല്ലോ. കഴിഞ്ഞ 1.5-2 കൊല്ലം തുടർച്ചയായി കൊടുത്ത കാര്യമാണിത്. ദീർഘമായി കൊടുത്ത കാര്യമാണിത്. അതെ, കഴിഞ്ഞ 1.5-2 വർഷം തുടർച്ചയായി കൊടുത്ത കാര്യമാണ്. എന്ത്? ഇജും ജക്കരിയ സ്വലാഹി, TK അഷ്റഫൊക്കെ കാഫിറാണല്ലോ, മുശ്രിക്കാണല്ലോ, മുജാഹിദിലാപ്പതേ. ഇത് പറയുന്നത് ഒരു മുജാഹിദ് മൗലവിയാ. അപ്പൊ മുജാഹിദുകളോട് പരസ്പരം മുജാഹിദുകൾ സലാം പറയുമ്പോ എന്താ പറയണത്? അസ്സലാമു അലൈക്കും. മൗലവി കൃത്യമായിട്ട് പറയാ, എടത്തനാട്ടുകര ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു മുജാഹിദ് മറ്റേ മുജാഹിദിനോട് സലാം പറയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ, വാട ചങ്ങായി, ഇതൊക്കെ കാഫിറാണ്, മുശ്രിക്കാണ്. ഇതാ മുജാഹിദിന്റെ വളർച്ച. മുജാഹിദ് വളരെ കേട്ടോ, ഈ മട്ടത്തിലെ വളർച്ച. എന്നിട്ട് പറയാ, ഇജും അഷ്റഫും ജക്കരിയ സ്വലാഹിയൊക്കെ പച്ച കാഫിറാണ്, മുശ്രിക്കാണ്. ഇതാണിപ്പോ മുജാഹിദ്. എന്നിട്ട് മൗലവി പറയാ, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇതാണിപ്പോ മുജാഹിദുകൾക്ക് അടിയിലുള്ളത്, കാഫിറാണ്, മുശ്രിക്കാണെന്ന് പറയലേ. ഇത് മനസ്സിലാക്കണം. കഴിഞ്ഞ 1-2 വർഷമല്ല, മുജാഹിദുകളെ നിങ്ങൾ ജീവൻ പോകോളങ്ങളെ മേത്തുനിന്ന് ഈ കാഫിർ, മുശ്രിക്ക് എന്ന് വേറിടൂല. കാരണം ഇവിടെ യഥാർത്ഥ മുസ്ലിമീങ്ങൾ മുസ്ലിം അല്ല എന്ന് പാച്ചയ്ക്ക് എഴുതുകയും പറഞ്ഞ ടീമാണ് മുജാഹിദുകളെ. നിങ്ങളെ അല്ലേ? നിങ്ങളുടെ നേതാവുണ്ടായിരുന്നു വെളിയങ്കോട്ട ഉമ്മർ മൗലവി, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് വൈസ് പ്രസിഡന്റുമായ ആ ഉമ്മർ മൗലവി പാച്ച മലയാളത്തിലെ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് എന്തെഴുതി? അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും KV കൂറ്റനാടും ഇവർ മുശ്രിക്കുകൾ തന്നെയാകുന്നു എന്ന് പച്ചയ്ക്ക് പേരെടുത്തുകൊണ്ട് കാഫിർ മുശ്രിക്കുവാക്കിയ ടീമാങ്ങളെ നിങ്ങളെ മേത്തുന്നത് 1-2 വർഷമല്ല, ജീവൻ പോകോളങ്ങളെ മേത്തുന്ന ഈ കാഫിർ മുശ്രിക്കുന്ന് വിളി വേർപിരിയൂല. കാരണം എന്താ? നിങ്ങൾ അത്രത്തോളം അല്ല, അതിനെക്കാട്ടിലും മുസ്ലിമീങ്ങളെ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പച്ചക്ക് പറഞ്ഞ ടീമാണ് ഈ ബാലുശ്ശേരിക്കാരുണ്ടല്ലോ മുജാഹിദ് മൗലവി. അയാളൊക്കെ സുന്നികളെ കുറിച്ച് കാഫിറാണ്, മുശ്രിക്കാണെന്ന് പറയാത്ത ഒരു പ്രഭാഷണം അയാൾ എടുത്തുണ്ടാവില്ല. കാരണം എത്രയോ അയാൾ പ്രസംഗിച്ചതാണ് മുജാഹിദ് ബാലുശ്ശേരി. അവസാനം ഫലത്തിൽ എന്ത് സംഭവിച്ചു? എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത
ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട്. മുജാഹിദ് ബാലുശ്ശേരിനെ കുറിച്ച് മുജാഹിദ് തന്നെ പറഞ്ഞു, എടാ മുഷിരിക്കേ, എടാ കാഫിർ ബാലുശ്ശേരിയെ. എന്നിട്ട് ഓൻ സങ്കടം പറയാ, കഴിഞ്ഞ റമദാനല്ല, ഈ റമദാനല്ല, അതിന്റെ മേലത്തെ റമദാനില് ഓനെ കാഫിർ എന്ന് വിളിച്ചു, മുഷിരിക്ക് എന്ന് വിളിച്ചു. ഞാൻ തൗഹീദ് പറയുന്ന ആളാണ്, ഓനെ മുജാഹിദ് ആൾ വിളിച്ചത് എന്താണ്? എടാ മുഷിരിക്ക്. ഓൻ തന്നെ ഉൾപ്പില്ലാതെ പറയാ, അന്ന ചങ്ങായി എങ്ങനെ വിളിച്ചാതൊക്കെയാ? കാരണം ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും മുഷിരിക്കും കാഫിറും എന്ന് വിളിച്ചവനാ മുജാഹിദ് ബാലുശ്ശേരിക്കാരാച്ചി. അപ്പൊ അന്ന അത് തന്നെയാണ് വിളിക്കുക. ഞാൻ വെറുതെ പറയല്ല. ഹജ്ജിന് പോകുന്ന 35 ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ ആ 35 ലക്ഷത്തില് 5 ലക്ഷം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പച്ചക്ക് പറഞ്ഞവനാണ് ഈ ബാലുശ്ശേരി. മാത്രമല്ല സുന്നത്ത് ജമാഅത്ത് ഒന്നടങ്കം സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തെയും അതുപോലെ സമസ്തയെയൊക്കെ അവർ മുശ്രിക്കുകളാണ്, കാഫിറാണ് എന്ന് നാടികൾക്ക് 40 വട്ടം വിളിച്ചു കൂവിയ ഈ ബാലുശ്ശേരിക്കാരൻ ഫലത്തിൽ എന്ത് സംഭവിച്ചു? മുജാഹിദ് ആളെന്നെ ഇപ്പൊ ബാലുശ്ശേരിനെ വിളിക്കണേ എടാ കാഫിറേ, എടാ മുശ്രിക്ക്. എന്നിട്ട് ഓൻ സങ്കടം പറയാ, സങ്കടം പറഞ്ഞ് നിലവിളിച്ച എന്നെ കാഫിർ എന്ന് വിളിച്ചു, നന്നെ വിളിച്ചും ചങ്ങായിയെ. കാരണം ഇജ്ജ് സുന്നികളെ കുറിച്ച് കാഫിറാണ് മുശ്രിക്കാണെന്ന് പറയുമ്പോ പടച്ച റബ്ബ് എനിക്ക് തന്ന തിക്ത ഫലമാണിത്. അത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത് മുജാഹിദ് ആളെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇതാ കാഫിർ മുശ്രിക്ക്, കാഫിർ മുശ്രിക്ക്. ഇതാണ് ഇപ്പൊ ഭയങ്കര വളർച്ച ഉള്ളത്. എന്നെ പാമ്പുകൂട്ടിലെ വേലായുധന്റെ പാമ്പിനെ പുറത്ത് കിട്ടാർക്ക് 40 അഭിപ്രായം എത്തിയാണ്ട് ഉള്ളതാണ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ പല സംഘടന അയ്യാണ്ട് ഭയങ്കര വളർച്ച. ഈ വളർച്ച ഉണ്ടായാണ്ട് ഇപ്പൊ അവസാനം എത്തിക്കുന്നത് എന്താണ്? ഒറ്റ ആളും അതിൽ മുസ്ലിമീങ്ങളില്ല. ഇത് ഞാൻ പറയല്ല, ഇപ്പൊ മൗലവി ഭരണങ്ങൾ കേട്ടില്ലേ? മുജാഹിദുകൾ പരസ്പരം 1, 2 ഒന്നല്ല, ഇവരെ പ്രസംഗത്തിലൊക്കെ അങ്ങനെ പരസ്പരം ഇവര് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ജൂതന്മാരാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, ജൂതന്മാരാണ്, കാഫിറാണ്, മുശ്രിക്കാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതുണ്ടാവും. കാരണം ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിമീങ്ങളെ സുന്നികളെ ഇവർ